പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അത്ഭുതമാണ് ആടുജീവിതം. ബ്ലെസ് സാർ ഒരിക്കലും ഒരു ഷൂ ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ നജീബിൻ്റെ ഷൂ എന്ന് പറഞ്ഞു. പാകമല്ലാത്ത ഷൂ ആണ് പുള്ളി ഇടുന്നത്. ഇത്രയും വർഷം ഈ കഴുകാത്ത കോസ്റ്റ്യൂം, ഇതിലെ ചെളിയൊന്നും ആർട്ടിഫിഷ്യൽ ചെളിയല്ല, ഇത് ഒറിജിനൽ ചെളിയാണ്, ഒറിജിനൽ പൊടിയാണ്. ഒരു രീതിയിലും നമുക്ക് കുറച്ച് കളർ മിക്സ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റ് ഇടുന്നതല്ലേ. ആടുജീവിതത്തിൽ അത് നടക്കില്ലായിരുന്നു. വെള്ളം പോലും കുടിച്ചില്ല, ഫുഡ് ഇല്ല എന്നുള്ളത് സത്യം. തലകറങ്ങി വീണ് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ. മരുഭൂമിയിലല്ല ഒരു നാട്ടിലും ഒരു രീതിയിൽ സ്യൂട്ടാവാത്ത ഈ കോസ്റ്റ്യൂം പുള്ളിക്ക് കൊടുക്കുന്നത്. ചിലർ ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്, അത് പരിഹരിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിൽ നമ്മൾ അങ്ങ് പരിഹരിച്ച് കൊടുക്കും, അല്ലാത്തത് ഞങ്ങൾ വാശി പിടിക്കും. ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയോടുള്ള അത്ര ഇഷ്ടവും സ്നേഹവും ആത്മാർത്ഥതയും എല്ലാം കൊണ്ടാണ്. നജീബും സൈനും ഖാദിരയും ഹക്കീമും നമ്മുടെ ഓരോ വായനക്കാരൻ്റെ ഉള്ളിലും നമ്മൾ ഇമാജിൻ ചെയ്ത് വെച്ചേക്കുന്ന രൂപത്തിലും ഭാവത്തിലും എല്ലാം ആണ്. തലയിൽ ചുറ്റുന്ന ഒരു സ്കാർഫുണ്ട്, അത് അവിടുത്തെ ആളുകളെ കൊണ്ടുവന്ന് നമ്മളത് പഠിച്ചെടുത്ത് ചെയ്യുകയായിരുന്നു. ബ്ലെസ് സാറിന്റെ ടീമിൽ നിന്നൊരു കോള് വരികയാണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു അത്ഭുതമായി പോയത്. ജോസഫിലൊക്കെ ആണെങ്കിൽ ജോജയുടെ ക്യാരക്ടറിനെ അയൺ ചെയ്തിട്ട് പോലും ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല ഒന്നും. ചില സിനിമകൾ കാണുമ്പോൾ ആളുകൾ പറയും, ഇതിലിപ്പോ എന്താ ഉള്ള ചെയ്യാൻ, ഒന്നും ചെയ്യാനില്ലല്ലോ. ആക്ച്വലി ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ തോന്നിപ്പിച്ചതാണ് ഞങ്ങളുടെ വിജയം എന്നുള്ള സാധനം ഉണ്ടല്ലോ. വളരെ നാച്ചുറൽ ആയിരുന്നു എന്നുള്ളത്. 500 വർഷം മുമ്പ് മരത്തിന്റെ മുകളിൽ താമസിച്ച ആളുകളെ കുറിച്ചൊരു കഥയാണ്. ഞാനൊരു 4 എക്സ്പ്രഷൻ അപ്പം തന്നെ ഇട്ട്, കാരണം എനിക്കിത് അപ്പം തന്നെ വേണം. വാ വാ സൂപ്പർ എന്നൊക്കെയുള്ള രീതിയിൽ പുള്ളി ഒരു പേപ്പറും പേന എടുത്ത് തന്നിട്ട് എന്നൊന്ന് വരച്ച് കാണിക്കുന്നു. എൻ്റെ കിളി പോയി. ഞാൻ തന്നെ പുള്ളിയുടെ വീട്ടിൽ എൻ്റെ മുകളിൽ ഇട്ട് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു. പുള്ളി അപ്പോൾ ഒരു 1100 രൂപ എൻ്റെ കൈ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ. നമ്മുടെ പല സെലിബ്രിറ്റീസും വിദേശത്ത് പഠിക്കാൻ പോയത് ഗ്ലോബലിലൂടെയാണ്. ബി എ ഗ്ലോബൽ സിറ്റിസൺ. കോസ്റ്റ്യൂം ഡിസൈനർ ഡയറക്ടർ സ്റ്റെഫി സേവരാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് സ്റ്റെഫി. ഹായ് സ്റ്റെഫി, ആടുജീവിതം എന്ന് പറയുന്നത് റസൂൽ പൂക്കുട്ടി, അതേപോലെ ബ്ലെസ്സി സാറ്, പിന്നെ നമ്മുടെ ഗ്രേറ്റ് എ ആർ റഹ്മാൻ, ഇവരുടെ ടീമിലാണ് സ്റ്റെഫിയുടെ പേര് വരിക. ഇത് ഭയങ്കര പ്രൗഡായിട്ടുള്ള മൊമെൻ്റാണ്. പക്ഷേ അതിനനുസരിച്ച് പണിയെടുത്തിട്ടുണ്ടാവണം. അതെ അതെ. പറയൂ വിശേഷം. 2017 ബ്ലെസ് സാറിൻ്റെ ടീമിൽ നിന്നൊരു കോള് വരികയാണ്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനറായിട്ടുള്ള മീറ്റിങ്ങിന് വരാൻ പറയണു. ഞാൻ ആകെ 2 വർഷമായിട്ടുള്ളൂ അന്ന് സിനിമയിൽ വന്നിട്ട്. എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു അത്ഭുതമായി പോയത്, എന്നെയോ എന്നുള്ള രീതിയിലായി. അവിടെ ചെല്ലുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ, സാറ് വിളിക്കും, എന്നെ ഒന്ന് കാണും, എൻ്റെ ഒരു പരിപാടി ഒന്ന് നോക്കും, ഇവരെ കൊണ്ടിത് മുന്നോട്ട് പോകാൻ പറ്റുമോ നോക്കിയ ചിലപ്പോൾ കിട്ടുമായിരിക്കാം, നമ്മൾ എന്താണെന്നറിയാൻ വിളിക്കുന്നതാണ്. പക്ഷെ ഞാൻ ചെല്ലുമ്പോഴേ സാറ് നോവൽ വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. എന്നോട് പറഞ്ഞു എന്നാൽ ഇനി വായിക്കണ്ട, ഞാൻ സ്ക്രിപ്റ്റ് തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ തന്നെ ഞാനങ്ങോട്ട് ലോട്ടറി അടിച്ച, ലോട്ടറി അല്ല അതിനും അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം അന്നേ നമുക്കറിയാം ആരൊക്കെയാണ് എൻ്റെ ബാക്കി ടെക്നീഷ്യൻസ് എന്നുള്ളത്. എനിക്കിന്നും അറിയില്ല ഇത്രയും വലിയ ടെക്നീഷ്യൻസ് ഉള്ള ക്രൂ ഉള്ള ഒരു സിനിമയിൽ വളരെ ചെറിയ സിനിമകൾ മാത്രം, ചെറുതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സിനിമയുടെ വലിപ്പമല്ല, എണ്ണം, ആ രീതിയിൽ ഒരുപാട് സിനിമ ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നെ സാർ എങ്ങനെയാണ് വിളിച്ചത്, ഏത് സിനിമയുടെ എന്തോ സ്ട്രൈക്ക് ആയത് എന്നും എനിക്കറിയില്ല. ഞാൻ ചോദിക്കാൻ പോയിട്ടുമില്ല. ചിലപ്പോൾ ഗപ്പിയുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് ശേഷമാണ് വിളി വരുന്നത് ആണ്, പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല. ഗപ്പിയുടെ സ്റ്റേറ്റ് അവാർഡും ആടുജീവിതത്തിൻ്റെ കോളും എല്ലാം വരുന്നത് 2017 മേ ബി ആയിരിക്കാം, പക്ഷെ അറിഞ്ഞുകൂടാ. ഈ ഗപ്പി പോലൊരു സിനിമ പരാമർശിച്ചുകൊണ്ട് പറയാം, അന്നത് ശ്രദ്ധിക്കപ്പെട്ടില്ല. അപ്പോൾ ആട് സിനിമ പോലെ തന്നെ ഗപ്പി അത്ര തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ ആ സിനിമ പിന്നീട് റിലീസ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം വരെ വന്നു. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ട് ചിത്രീകരിച്ച സിനിമയായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ലോർഡ് ലിവിങ്സ്റ്റൺ 2ാമത്തെ സിനിമയായിരുന്നു ലുക്ക ചുപ്പിക്ക് ശേഷം. അപ്പം ഈ സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെടുമ്പോഴും ഗപ്പി വരുന്നത് സത്യത്തിലൊരു ബെഞ്ച് മാർക്കായിരുന്നു. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ മാറ്റം കാണുന്ന ഒരു സിനിമകളിൽ ഒന്നായിരുന്നു. അതും ഈ ആട് പറയുമ്പോൾ ആട് ഫസ്റ്റ് പരാജയമായിരുന്നു. അപ്പോൾ ഗപ്പിയും ആട് ഫസ്റ്റും ഒക്കെ റിലീസിങ്ങിന് ഒരുങ്ങുന്നു എന്നൊക്കെയുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു. എന്നിട്ട് 2ാമത് ആടിന്റെ സെക്കൻഡ് വരുന്നു, കളക്ഷൻ അടിക്കുന്നു. അപ്പോൾ ഗപ്പിയും റിലീസ് ചെയ്താലോ എന്നൊക്കെ ആലോചിക്കുന്നു. ഗപ്പിയുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. മുമ്പ് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഗപ്പി സിനിമ ചെയ്യുമ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് കോസ്റ്റ്യൂമിൽ. അതായത് ഞാൻ ചെയ്യുന്നത് അടിപൊളിയാണെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അത് ചിലപ്പോൾ എൻ്റെ ഓവർ കോൺഫിഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഓരോ ക്യാരക്ടേഴ്സിന് കോസ്റ്റ്യൂം ഇടിയിച്ചിട്ട് നമ്മളിങ്ങനെ നമ്മുടെ കോസ്റ്റ്യൂം ട്രാവലർ ഉണ്ടല്ലോ, അവിടെ നിന്ന് സ്വയം കൊള്ളാലോ എന്ന് ഞാൻ അങ്ങോട്ട് എൻജോയ് ചെയ്യുവാണ്. നമ്മുടെ പല സെലിബ്രിറ്റീസും വിദേശത്ത് പഠിക്കാൻ പോയത് ഗ്ലോബലിലൂടെയാണ്.
be a global citizen. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കി നീ ചെയ്ത സാധനം നീ തന്നെ എന്ത് രസമല്ലേ കാണാൻ എന്ന് ചോദിക്കുന്നത് വൃത്തികെട്ട സ്വഭാവമാണെന്ന് പറയാറുണ്ട്. ബട്ട് ഗപ്പിയിലെ കോസ്റ്റ്യൂം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ഇതായിരുന്നു. എനിക്ക് എന്തുകൊണ്ടൊക്കെയോ സ്റ്റേറ്റ് അവാർഡ് കിട്ടുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ ഏതൊക്കെയോ റീസൺ കാരണം ഗപ്പിയിലെ കോസ്റ്റ്യൂം ശ്രദ്ധിക്കപ്പെടുന്ന എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ഗപ്പി സിനിമ റിലീസ് ആകുമ്പോഴാണല്ലോ ഞാനും സിനിമ കാണുന്നത്. പക്ഷെ അതിന് മുമ്പ് ഗപ്പി സിനിമയുടെ ഫോട്ടോസ് ഓൺലൈനിൽ ഇങ്ങനെ തപ്പും. ഗൂഗിളിൽ പോയിട്ട് ലൊക്കേഷൻ അല്ലെ വർക്കിംഗ് സ്റ്റിൽ എവിടുന്ന് ചെറിയ സാധനങ്ങൾ കാണാമല്ലോ. എനിക്ക് കാണാൻ അത്ര കൊതിയുണ്ടായിരുന്നു ഗപ്പിയിലെ ലുക്ക് കാണാൻ വേണ്ടി. സിനിമ ഇറങ്ങിയ എൻ്റെ ഓർമ്മ ശരിയാണ്, ആൻമരിയ കലിപ്പിലാണെന്ന് പറഞ്ഞ സിനിമ അന്ന് തന്നെയാണ് ഇറങ്ങുന്നത്. അത് ഞാൻ ചെയ്ത സിനിമ തന്നെയായിരുന്നു. അപ്പോൾ ഗപ്പിയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ എന്ന് വെച്ചാൽ ഒന്നിനോട് ഇഷ്ടക്കൂടുതൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കോസ്റ്റ്യൂം വൈസ് എനിക്ക് ഇത് കാണണം എന്നുള്ള ഭയങ്കര ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ന്യൂക്ലിയസ് മോളിലാണ് അന്ന് തിയേറ്റർ സിനിമ ഇവിടെ വന്നത്. ഞാൻ രാവിലെ പോയി കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട്, അതായത് ഇമോഷണലി ഭയങ്കരമായിട്ട് ആ ലാസ്റ്റത്തെ ആ സോങ്ങിൻ്റെ ഇതെല്ലാം ആയിട്ട് ഇറങ്ങുമ്പോൾ ഒരു ചിലത് നമ്മൾ പറയില്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്, അത് വലിയ സുഖമൊന്നുമില്ല പറയാൻ. എന്നാലും ഇന്നും ഗപ്പിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഇന്ന് എവിടെ പോയാലും എൻ്റെ ഒരു വർക്ക് റെഫറൻസ് ഗപ്പിൻ്റെ പറയുന്നു. E4 എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ബാനറിന് ഈ ഗപ്പിയെക്കുറിച്ചുള്ള എത്രയോ അവാർഡ്സ് അവരുടെ ഞമ്മടെ ഈ പ്രൊഡക്ഷൻ അവാർഡ് എന്നല്ല അവരറിയപ്പെടുമ്പം ഗപ്പി പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസേഴ്സ്, ജോൺ പോള്, ഞങ്ങൾ ഓരോ ടെക്നീഷ്യൻസ്, ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതേപോലെ തന്നെ കോൾഡ് കേസിലാണ് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിന് ടൈറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് കോസ്റ്റ്യൂംസ് എല്ലാം അത് ടൈറ്റാണ്. ഒരു പക്ഷേ അത്രയും മെലിഞ്ഞിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ഈ ആടുജീവിതത്തിലേക്ക് വരുമ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് നജീബിൻ്റെ കാലഘട്ടം കാണിക്കേണ്ടി വരും. അതേപോലെ തന്നെ ആടുജീവിതത്തിൻ്റെ പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ അറബി എന്നൊക്കെ വിളിക്കുന്ന ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ ഒരു ലൈഫ് നയിക്കുന്ന അറബികളുടെ റെഫറൻസ് വേണം. അതും ആ കാലഘട്ടത്തെ റീക്രിയേറ്റ് ചെയ്യണം. അന്നത്തെ എയർപോർട്ട്, അന്നത്തെ സംവിധാനങ്ങൾ, നജീബ് പോയ വഴികളല്ല, ജയിൽ ഉൾപ്പെടെയുള്ള വഴികൾ നമുക്ക് കാണിക്കേണ്ടി വരും. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കാണിക്കണം. അതാ ആ റെഫറൻസ് എടുക്കണം. അതൊക്കെ ഒരുപക്ഷെ ഫിക്ഷണലായിട്ട് ചില കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമ്മൾ അതിരുകൾ കൃത്യമായിട്ട് പാലിക്കുകയും വേണം. ഇതൊക്കെ വലിയൊരു റിസർച്ച് വേണ്ട ഒരു സംഗതിയല്ലേ? അതെ. നജീബും സൈനും ഖാദിരയും ഹക്കീമും എല്ലാവരും നമ്മുടെ ഓരോ വായനക്കാരൻ്റെ ഉള്ളിലും നമ്മൾ ഇമാജിൻ ചെയ്ത് വെച്ചേക്കുന്ന രൂപത്തിലും ഭാവത്തിലും എല്ലാം ആണ്. ഓക്കെ, അത് വേറെ വെല്ലുവിളിയാണ്. അത് അവിടെ നിലനിൽക്കെ തന്നെ ഒഫീഷ്യൽ പ്ലേസസ് നമുക്ക് എന്നാൽ ഞാൻ കുറച്ച് രണ്ട് ഡിസൈൻ എക്സ്ട്രാ മാറ്റി ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. അത് ചെയ്യുമ്പം അത് കൃത്യത വേണം, അതിൽ ഒന്നും മാറിപ്പോവരുത്. എന്നാൽ ഈ പറയുന്ന സ്ഥലത്ത് ആ കാലത്ത് ഒഫീഷ്യൽ പ്ലേസസിൽ ഫോട്ടോഗ്രാഫി അലൗഡ് ആയിരുന്നില്ല. മൊബൈൽ ഫോട്ടോഗ്രാഫി ഇന്നത്തെ അത്രയും ഉണ്ടായിരുന്നില്ല. അവൈലബിൾ ആവുന്ന ഓൺലൈനിൽ അവിടെ ഇവിടെ കാണുന്ന ഫോട്ടോസ് നമ്മൾ ഇവിടെ ഒരു ബാഡ്ജുണ്ട്, ആ ബാഡ്ജിൽ തൊപ്പിയിലൊരു എംബ്ലം ഉണ്ട്, ആ എംബ്ലം സൂം ചെയ്യുമ്പം അതിന് ക്ലാരിറ്റി ഇല്ല. അപ്പം നമ്മളൊരു വലിയ സ്ക്രീനിൽ ഈ സിനിമ കാണുമ്പം അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്ത ഒന്നും കാണാൻ പാടില്ലല്ലോ. ഞാനെപ്പോഴും പറയും, ഈ പറയുന്ന പലതും സിനിമ വരുമ്പോൾ അതിൽ എത്രത്തോളം ഉണ്ടില്ല എന്നെനിക്കറിയില്ല. ഞാൻ പറയുന്നത് കോസ്റ്റ്യൂമിൻ്റെ ആ ഡീറ്റെയിലിംഗ്, ഈ ഡീറ്റെയിലിംഗ് എന്നൊക്കെ ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു വലിയ ക്രൗഡിൽ ഒരാളുടെ കോസ്റ്റ്യൂം ആയി പോവാം, എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. പക്ഷെ ഞാൻ എടുത്ത എഫേർട്ട്, ഞങ്ങൾ ചെയ്ത ഒരു റിസർച്ചൊക്കെയാണ് എനിക്ക് പറയാൻ കൂടുതൽ ഇഷ്ടം. അന്ന് അവിടെ മീഡിയയിൽ വർക്ക് ചെയ്ത മൂസ എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനുണ്ട്. പുള്ളി 30 വർഷത്തോളം അവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ബ്ലസ് സാറ് എനിക്ക് ആ പുള്ളിക്കാരനെ കണക്ട് ചെയ്ത് ഞാൻ പുള്ളീൻ്റെ കൂടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ പുള്ളീൻ്റെ സൈഡിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ജീവിച്ച പുള്ളീൻ്റെ കയ്യിൽ കുറേ റെഫറൻസ് ഉണ്ടായിരുന്നു. മീഡിയയിലായിരുന്നത് കൊണ്ട് പുള്ളി കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2 ബ്ലസ് സാറ് വർഷങ്ങളായിട്ട് ഇരുന്ന് പഠിച്ചെടുത്ത എല്ലാം എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ തന്നെ നമുക്ക് ഇതിനോടുള്ള ആടുജീവിതം എല്ലാ സിനിമേനും പോലെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, അത് ആടുജീവിതത്തിൻ്റെ ആ ഫുൾ ഇമോഷൻ നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യല്ലേ. അപ്പോൾ അതിനു വേണ്ടി കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും ഈവൻ ഓരോന്നിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുള്ള ചില ഹിസ്റ്ററികളെ കുറിച്ച് പഠിച്ച് ചെയ്യാനും ഒക്കെ ടൈം ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടി. അത് പഠിക്കാനുള്ള ഒരു മനസ്സ് എനിക്കും എൻ്റെ
ക്രൂ. ഇപ്പം ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അല്ലെ എന്നെ കൊണ്ട് മാത്രമല്ല ആടുജീവിതം കോസ്റ്റ്യൂം കംപ്ലീറ്റ് ആവുന്നത്. എൻ്റെ 3 അസോസിയേറ്റ്സ് ഉണ്ട്, സനൂജ്, റാഫി, സുൽഫിക്കർ. ഇവരുടെ പുറകിൽ വീണ്ടും ഒരു 10-15 പേരുണ്ട്. അവർ മാറി മാറി വരും. പക്ഷെ എൻ്റെ ഈ 3 ടീം മെമ്പേഴ്സും ഈ കഴിഞ്ഞ 6 വർഷം എൻ്റെ കൂടെ നിന്നു. അവർ അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്തായാലും എച്ച്.ഒ.ഡിക്കാണല്ലോ പേര് പോകുന്നത്. അങ്ങനെയല്ല, അവർ ഈ സിനിമയ്ക്ക് അവരുടെ ഒരു സാലറി ഒന്നും അല്ല അവരിതിൽ കണ്ടിട്ടുള്ളത്. ഈ 6 വർഷത്തിൽ ഷെഡ്യൂൾ വരും പോകും. എപ്പോഴെല്ലാം ഷെഡ്യൂൾ തുടങ്ങുമ്പോഴും ഇതിനു വേണ്ടി അവർ ഓടി വരുമായിരുന്നു. നമ്മുടെ ഒരു ടീം വർക്ക് ഉണ്ട്. അങ്ങനെയാണ് ആടുജീവിതം. ഇപ്പോൾ നജീമ അവിടെ ചെന്ന് ഇറങ്ങുന്നു, എങ്ങനെയൊക്കെയാണ് തുടർന്ന് നിൽക്കുന്നത് സിനിമയുടെ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ നോവൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും മരുഭൂമിയിലാണ്, മരുക്കാറ്റുള്ള സമയത്തുമൊക്കെ നമ്മൾ ഒരുപക്ഷെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒറിജിനൽ മരുക്കാറ്റിൽ വന്ന് മണലിരിക്കും പോലെ ആയിരിക്കില്ല നമ്മൾ സിനിമയിൽ ഇതൊക്കെ ചെയ്യുക. അപ്പം ഈ ചിലപ്പോൾ മണലിന് ഒട്ടിയിരിക്കാൻ പക്ക രീതിയിലുള്ളൊരു മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ നിങ്ങളുടെ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് കൺസീവ് ചെയ്തേക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽസ് വേണം എന്ന് വെച്ചാൽ ഒരുപാട് ആഴത്തിൽ സാധാരണഗതിയിലുള്ള സ്ക്രിപ്റ്റ് വായനയല്ല ആടുജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് വായനയ്ക്ക് വേണ്ടത്. പിന്നെ ഈ ലെവൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്ന വലിയ ലെവലാണെന്നുള്ളത് എ റഹ്മാൻ, റസൂൽ പൂക്കുട്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ വെറുതെ കണ്ടാൽ പോരാന്നുള്ളത്. ഇത് എവിടെയെങ്കിലും ടെൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ക്രൂവിന്റെ പേരുകളിലോ ആ ടെൻഷനൊക്കെ മെല്ലെ മെല്ലെ നമ്മളൊന്ന് ഇന്നായി കഴിയുമ്പം നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു എന്നുള്ള ആ ഒരു രീതിയിലേക്കാവും. പിന്നെ ഈ പറഞ്ഞ കോസ്റ്റ്യൂം ഡീറ്റെയിൽ അത് ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ എന്നുള്ളതിലും ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലി പോസിബിൾ ആവുക എന്നുള്ളതിൻ്റെ കുറേ കാര്യങ്ങൾ. ഈ പറഞ്ഞ മണൽ തരികൾ വന്നിരിക്കുന്നത് പോലെ ഇപ്പം ഒരു ബ്ലഡ് സ്റ്റെയിൻ വീണു. അപ്പോൾ ഇത് ഇന്ന് വീഴുന്നു, ഇന്നുള്ള കളർ നാളെ മാറും. 3 മാസം കഴിയുമ്പോൾ ആ കളർ മാറും. അത് 3 വർഷം കഴിയുമ്പോൾ കളർ മാറും. നിങ്ങളൊരു ബ്ലഡ് മാർക്ക് പോലും ഒരു മെറ്റീരിയൽ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കറ അങ്ങനത്തെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് വിശ്വസനീയമായിട്ട് തോന്നണം. അല്ലാതെ കുറച്ച് പെയിന്റ് എടുത്ത് നമുക്ക് ഇങ്ങനെ അടിച്ചടിച്ച് അങ്ങനെ പറ്റുന്ന ഒരു സിനിമയല്ല. അപ്പം നമ്മൾ ഉപയോഗിച്ചതെല്ലാം എന്തൊക്കെയാണോ മരുഭൂമിയിൽ ബ്ലെസ്സാർ പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണൊരു തുണി കേരളത്തിൽ ഏജ് ആവുന്നതും മരുഭൂമിയിൽ ഏജ് ആവുന്നതും നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇവിടുത്തെ ഒരു സെറ്റപ്പും ഇവിടുത്തെ ഒരു പരിപാടിയും വെച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ അവിടെ എന്താണ് നജീബ് അപ്പം ഇങ്ങനെ നടന്നു പോവാണ്, നജീബിൻ്റെ ഷൂവ് തട്ടി കീറുകയാണ്. അപ്പം എങ്ങനെ ആയിരിക്കും ആ കീറൽ ഉണ്ടായിട്ടുണ്ടാവുക? അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഒരു ചെറിയ ഒരു കീറൽ ഉണ്ടാക്കുമ്പോൾ പോലും അതിന് പുറകിൽ അതെങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിച്ച് കീറണം എന്നുള്ളത് ബ്ലെസ്സാറിൽ നിന്നാണ് പഠിച്ചത്. എന്ന് വെച്ചാൽ ചിന്തിക്കാൻ പഠിച്ചത്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ തലയിൽ ചുറ്റുന്ന ഒരു സ്കാർഫുണ്ട്, അത് കെട്ടുന്ന രീതി മരുഭൂമിയിലുള്ളവർ കെട്ടുന്നത് ഒരു സ്പെഷ്യൽ രീതിയിലാണ്. അത് അവിടുത്തെ ആളുകളെ കൊണ്ടുവന്ന് ഞങ്ങളും നമ്മളത് പഠിച്ചെടുത്ത് ചെയ്യുകയായിരുന്നു. അതിൻ്റെ ലെയറിങ്ങിനൊരു സ്റ്റൈലുണ്ട്. അത് വെറുതെ ഇങ്ങനെ കെട്ടിടുന്നതല്ല, അത് അവരുടെ കൃത്യമായി അവർ ചെയ്യുന്ന രീതിയിലുള്ള നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു ഷൂ ഇടുന്നു. ബ്ലെസ്സാർ ഒരിക്കലും പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു ഷൂ ഇങ്ങനെ വരച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ നജീബിൻ്റെ ഷൂ എന്ന് പറഞ്ഞു. ആ ഷൂ ആണ് എല്ലാ ഷൂ ഹാൻഡ് മെയ്ഡാണ്. ആ ഷൂ ആണ് ഇപ്പൊ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, കാല് വലിച്ചു വെച്ച് പോകുമ്പോൾ. അതെ, ആ ക്ലോസിൽ സാർ അന്ന് പേപ്പറിൽ എനിക്ക് വരച്ചു തന്ന ഒരു ഷൂ ആണത്. അപ്പോൾ സാറിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ 2 ഡീറ്റെയിലിംഗ് ഉള്ള, ഇവിടെ ഈ ഒരു ചെറിയ ഡിസൈനുള്ള ഷൂ എന്നുള്ളത്. അത് നമ്മൾ ചെയ്യുന്നു. ഈ ഷൂ മരുഭൂമിയിൽ നടക്കുമ്പോൾ തേയുന്നതും നമ്മളെ നാട്ടിൽ നടക്കുമ്പോൾ തേയുന്നത് 2 രീതിയിലാണ് തേയുന്നത്. അപ്പോൾ അത്തരം മാറ്റങ്ങൾ ഇതൊക്കെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ചലഞ്ച്. പിന്നെ ഈ ലാൻഡ് എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ ലാൻഡ് അല്ലല്ലോ, അത് മരുഭൂമി തന്നെയാണ്, അത് വേറൊരു ഭൂപ്രദേശമാണ്. അതിൻ്റെയും കുറച്ച് കാര്യങ്ങളും സാധ്യതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അവിടുത്തെ വെയിലെന്ന് പറയുന്നത് സാധാരണ വെയിലല്ല, തണുപ്പും സാധാരണ തണുപ്പല്ല. അപ്പോൾ ഇത് രണ്ടിനും യോജിക്കുകയും വേണം. എന്നാൽ ഇതിൽ വസ്ത്രങ്ങളിൽ വരുന്ന മാറ്റം, കാരണം ഇത് നമ്മൾ സാധാരണ കമേഴ്സ്യൽ അല്ല, ഇത് കുറച്ചുകൂടെ ആഴത്തിൽ ഡീറ്റെയിലിംഗ് ഉള്ള സിനിമയാണ്. പിന്നെ വർഷങ്ങളുടെ പഴക്കം കാണിക്കണം, അധികം ഡ്രസ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാന്ന് പറയുന്നതും അതും പടത്തിൻ്റെ ഇത്രയും നാളത്തെ മേക്കിങ്ങിൻ്റെ ഇടയിൽ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറിനെ വെല്ലുവിളിക്കുന്ന ഒരു സംഗതിയാണ്. അതെങ്ങനെ നേരിട്ടു? ഞാൻ പറയായിരുന്നു നേരത്തെ, ഇങ്ങനെ ഞങ്ങളുടെ കോസ്റ്റ്യൂം ബോക്സിനോട് ഞങ്ങൾക്ക് തന്നെ റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ഏതൊക്കെ നാട്ടിൽ പോയി വന്നതാന്ന് പറയണ പോലെ അതെത്ര വർഷം ഞങ്ങൾ ഈ പെട്ടിയും ചുമന്ന് നടക്കുക എന്ന് പറയില്ലേ.
ചെറിയ സാധനങ്ങളില്ലേ, ചെറിയൊരു സേഫ്റ്റി പിന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ട് ചെറിയ നൂലിന്റെ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് വീണ് കിടക്കുന്ന നൂലിന്റെ പീസ് ഇല്ലേ, അതുപോലും നമുക്ക് ഇന്ന് ഈ വർഷം ഉപയോഗിച്ച പിന്നെ അടുത്ത വർഷമാണ് ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പം അത് അങ്ങനെ പൊട്ടാതെ തട്ടാതെ കൃത്യമായി ഓർമ്മയും, അതൊരു ടീം വർക്ക്, ഞാൻ പറയുന്നത് ഒരു ടീം വർക്കിൻ്റെ റിസൾട്ടായിരുന്നു. കണ്ടിന്യൂറ്റി മാറിപ്പോവാതെ, കാരണം അറിയാമല്ലോ, വായിച്ചപ്പോൾ അറിയാമല്ലോ 3 മാസവും 3 വർഷവും അല്ലെങ്കിൽ ഇങ്ങനെ ഈ സമയങ്ങൾ മാറി വരുമ്പോൾ നമ്മളൊരു കോപ്പി, ഇപ്പം നിങ്ങൾ ഇവിടെ പോസ്റ്ററിൽ അല്ലെങ്കിൽ ട്രെയിലറിൽ കാണുന്ന നജീബിൻ്റെ ഒരു ഡ്രസ്സുണ്ട് ലോങ്, അതിന് തോബ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തോബിൻ്റെ തന്നെ കോപ്പികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത്ര നാളേക്കുള്ളത് ഇത്, ഇത്ര നാൾ മുതലുള്ളത് ഇത്. അപ്പം അതിൽ നമ്മൾ കൃത്യമായി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. എന്നാൽ ഇവിടെ നമ്മളൊരു ഡള്ള് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കറ ഇട്ടു. ഈ കറയുടെ ഇതേ വലുപ്പത്തിൽ വേണം ഇതിലും ആ കറ വീഴ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ കീറലിട്ടു, ഈ കീറൽ ഇതേ അളവിൽ ഇങ്ങോട്ട് മാറ്റണം, അങ്ങോട്ട് മാറ്റണം. ഈ 8-9 കോപ്പീസിൽ മുഴുവൻ ഇങ്ങനെ ചെയ്യണം. അത് കുറച്ചിങ്ങനെ ഇരുന്ന് കണ്ടിന്യൂറ്റി പോവാതെ ഞങ്ങൾ ഇരുന്ന് ചെയ്തെടുത്തതാണ്. അടിപൊളി. ഈ ജോസഫില് പത്മകുമാറിന്റെ സിനിമയായിരുന്നു ജോസഫില് പുള്ളിക്ക് കൊടുത്തേക്കുന്നത്, നമ്മുടെ ജോയി ചേട്ടന് കൊടുത്തേക്കുന്നത് വളരെ സാധാരണമായിട്ടുള്ള സാധനമാണ്. പക്ഷേ നമ്മൾ കാണുമ്പോൾ തന്നെ ഇയാളുടെ ഒരു സാധനം മനസ്സിലാവുന്നുണ്ട്. ഈ മനുഷ്യനെ നമുക്ക് നാട്ടും പ്രദേശത്ത് കാണുന്ന സാധാരണഗതിയിലുള്ളൊരു സംഭവം. ഇത് നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമ്മളായാലും കുഴപ്പമില്ല. പക്ഷേ സിനിമയിലേക്ക് ഇത് വരിക, അതിൻ്റെ അളവ് കൃത്യമായി ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധി വേണ്ട ഒരു പരിപാടിയാണ്. ആ സമയത്ത് നിങ്ങൾ പലതരത്തിൽ ചെയ്യാറുണ്ടാവും. റെഫറൻസസ് ഒക്കെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ പിൻട്രസ്റ്റിനെയൊക്കെ ആശ്രയിക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെ റെഫറൻസിലേക്ക് ഈ പിൻട്രസ്റ്റ് വന്നാൽ പോരായിരിക്കും. ചിലപ്പോൾ അതിനകത്ത് നിന്നൊക്കെ കിട്ടുമായിരിക്കും. ചില വേഷങ്ങളൊക്കെ നമുക്കിപ്പോൾ എസ്ര പോലെയുള്ളൊക്കെ സാധനങ്ങളൊക്കെ ചെയ്യുക, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റെഫറൻസ് ഗുണകരമായിരിക്കുമായിരിക്കും. പക്ഷേ ഇതിലൊക്കെ എന്ത് തരം ബുദ്ധിയാണ് ഉപയോഗിക്കുക? എന്താണ് ചിന്ത ആ സമയത്ത്? ജോസഫ് ആവട്ടെ, അങ്കമാലി ഡയറീസ് ആവട്ടെ, ചില സിനിമകൾ കാണുമ്പോൾ ആളുകൾ പറയും ഇതിലിപ്പോൾ എന്താ ഉള്ള ചെയ്യാൻ, ഒന്നും ചെയ്യാനില്ലല്ലോ. ആക്ച്വലി ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ തോന്നിപ്പിച്ചതാണ് ഞങ്ങളുടെ വിജയം എന്നുള്ള സാധനം ഉണ്ടല്ലോ. വളരെ നാച്ചുറൽ ആയിരുന്നു എന്നുള്ളത്. കോസ്റ്റ്യൂം ആരും ചെയ്യാത്ത ഫീൽ, അതായത് നോട്ട് ചെയ്തിട്ടില്ല ഒരു കോസ്റ്റ്യൂം ഡിസൈനറെ, അത്രയും എഴുതി ചേർന്ന് പോയി എന്നല്ലേ അതിൻ്റെ അർത്ഥം. ജോസഫിലൊക്കെ ആണെങ്കിൽ ജോയി ചേട്ടൻ്റെ ക്യാരക്ടറിനെ അയൺ ചെയ്തിട്ട് പോലും ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല ഒന്നും. അയാളുടെ അവസ്ഥ, അയാളുടെ മാനസികാവസ്ഥ, അയാൾ എല്ലാം സൈൻ ചെയ്ത് പെർഫെക്റ്റ് ആയിടുന്ന ഒരു ക്യാരക്ടറൊന്നും അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ കോസ്റ്റ്യൂംസിൽ ഉണ്ടാവുന്ന ചുളുക്കുകളൊക്കെ അടക്കം അങ്ങനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ പൊതുവേ നമ്മുടെ ചുറ്റുമുള്ള പിൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് ആണ് ഞാൻ പഠിച്ചത്. പക്ഷേ ഫാഷൻ ഡിസൈനിങ് പഠിച്ച് ഞാൻ സിനിമയിൽ വരുമ്പം ഞാൻ പോലീസിന് കോസ്റ്റ്യൂം ചെയ്യുക, അതായത് പോലീസ് ക്യാരക്ടർ, ബാറിലുണ്ടാവുന്ന തല്ലി പറന്നു പോകുന്ന ഗുണ്ട, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഫാഷനുമായിട്ട് കുറച്ച് അത്ര വലിയ ചെയ്യേണ്ടി വരലില്ല. പിൻട്രസ്റ്റ് പോലത്തെ ഭയങ്കര ഫാഷൻ നമ്മൾ റെഫറൻസ് എടുക്കുന്നത് അങ്ങനത്തെ. ഇപ്പോൾ ഒരു ലവ് ആക്ഷൻ ഡ്രാമ ഞാൻ ചെയ്യുമ്പം, അല്ലെങ്കിൽ ജൂണിൽ രജിഷയുടെ ഒരു ഏരിയ വരുമ്പോൾ, വിജയ് സൂപ്പറും പൗർണമിയിൽ സ്റ്റൈൽ ചെയ്യുമ്പം, അപ്പോഴൊക്കെ എനിക്കിത് യൂസ്ഫുൾ ആണ്. അതർവൈസ് നമ്മുടെ ചുറ്റുമുള്ളതിൽ നിന്ന് തന്നെയുണ്ട്. ഞാൻ എടുക്കുന്ന റെഫറൻസ് ഒക്കെ ഇങ്ങനെ നമ്മളെന്താണ്, നമ്മുടെ ചുറ്റുപാടും ഉള്ളത് എന്താണ്. ഒരിക്കലും ഒരു ആളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരുപാട് വലിയൊരു ക്യാമറാമാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മളൊരു ഓടുന്ന ബസ്സിലോട്ട് കയറുമ്പോൾ അവിടെ ഉള്ളവരുടെ ഡ്രസ്സ് നമ്മൾ കളർ പാലറ്റ് വെച്ചൊന്നും അല്ലല്ലോ കാണുന്നത്. ഇവരൊക്കെ ഏതാ കളർ പാലറ്റ് എന്നല്ലല്ലോ നമ്മൾ നോക്കുന്നത്. അങ്ങനെ കാണുക എന്നുള്ളതാണ് നോർമൽ അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ടോട്ടൽ ഒരു ഡിസ്കഷൻ്റെ ഭാഗമാകുമ്പോൾ നമുക്ക് ഈ എങ്ങനെയായിരിക്കണം, ഇപ്പോൾ ചില കളേഴ്സൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ചില സിനിമകളുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ കണ്ണിൽ ഉടക്കുന്ന കളേഴ്സൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഇതൊരു ഡിസ്കഷൻ്റെ ഭാഗമാണ്. പക്ഷേ എല്ലാ സിനിമകൾക്കും ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഡിസ്കഷൻ കാണണമെന്നില്ല. പക്ഷെ ആ സ്പേസിൽ ചെല്ലുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അപ്പോൾ ഒരു ഫ്രെയിമിൻ്റെ സ്വഭാവമോ ഇല്ലെങ്കിൽ എന്ത് ഫ്രെയിം ആയിരിക്കും, എവിടെയായിരിക്കും സെറ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് നോക്കി ചെയ്യേണ്ടി വരും. ചിലപ്പോൾ എല്ലാം ഡീറ്റെയിലിംഗ് ഉണ്ടാവണമെന്നില്ല, വർക്ക്ഷോപ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പം അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ വേണ്ടി വരികയാണെങ്കിൽ ആ സമയത്ത് വർക്ക് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ആദ്യം പറഞ്ഞതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിനിമ എല്ലാം കൃത്യമായ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ നമ്മൾക്ക് സമയം കിട്ടണമെന്നില്ല. അതായത് നമ്മളെ വിളിച്ചിട്ടുണ്ടാവില്ല നേരത്തെ, നമ്മൾ ലാസ്റ്റ് ഓപ്ഷനിൽ പോയവരാവാം, പെട്ടെന്നുണ്ടായ പ്ലാൻ ആയിരിക്കാം ഈ പ്രൊജക്റ്റ്, അങ്ങനെ പല രീതിയിൽ സമയം കിട്ടാത്തതുണ്ട്.
ഏതൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് നമ്മളൊരു സിനിമ കമ്മിറ്റ് ചെയ്താലും ആദ്യം സംവിധായകൻ നമ്മളെ മീറ്റ് ചെയ്യുന്നു, കഥ സ്ക്രിപ്റ്റ് വായിക്കാൻ തരുന്നു. അതിനുശേഷം സംവിധായകൻ്റെയും ക്യാമറാമാൻ്റെയും കൂടെ നമ്മൾ എന്തായാലും ഇരിക്കും. അതിനുശേഷം മേക്കപ്പ് ആർട്ടിസ്റ്റും ആർട്ട് ഡയറക്ടറുമായിട്ടും സംസാരിക്കും. ചില സിനിമകൾക്ക് കൃത്യമായ കളർ പാലറ്റ് ഉണ്ടാകും. 7000 കണ്ടി എന്ന് പറയുന്ന സിനിമ അതിനൊരു എർത്തി ടോണയാണ്. ഗപ്പി വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ആടുജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ നജീബിൻ്റെ കഥാപാത്രത്തിനൊരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ രീതിയിലും ആ കളർ മാറ്റം ഉണ്ട്. ജീവിതത്തിൻ്റെ കളറാണ് ഞാൻ പറയുന്നത്. അത് വിഷ്വലി കാണിക്കുമ്പം കോസ്റ്റ്യൂമിലും അതൊരു രീതിയിൽ ഞങ്ങൾക്കും അതിൽ പ്രാധാന്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം നാട്ടിലെ വിഷ്വൽസും മരുഭൂമിയിലെ വിഷ്വൽസും കാണുമ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം അതിലൊരു കളർ പാലറ്റ് ഉണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എല്ലാത്തിലും കളർ പാലറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ ഒരു ക്രിയേറ്റീവ്സ് ഒരു ഫ്രീഡത്തിനെ അത് ബാധിക്കാറുണ്ട്. ആറാട്ട് ചെയ്യുമ്പോൾ ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ പടമാണ്. ആറാട്ട് ചെയ്യുമ്പോൾ വേറൊരു രീതിയിലാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടത്. കളർഫുൾ സിനിമയാണ്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കളറായിരിക്കണം, അത് ആൾക്കാരെ ആകർഷിക്കേണ്ടത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അപ്പോൾ എല്ലാം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കണം, എന്നാൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവുകയും ചെയ്യണം. അപ്പോൾ അവിടെയാണ് ഒരു എസ്തെറ്റിക്, ഒരു ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ഒരു മൈൻഡ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം കളേഴ്സ് വരണമെന്നുള്ളതും കളർ പ്രൊജക്റ്റ് ചെയ്യണമെന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ ചില ഡ്രസ്സൊക്കെ മുഴച്ച് നിൽക്കണം, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അതൊരു സുഖമുള്ള ഒരു ഏർപ്പാടാണ് ഒരു തരത്തിൽ. പക്ഷേ എവിടെയൊക്കെയോ നമുക്ക് ചിലപ്പോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതെന്താ കുറേ കളേഴ്സ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു സ്പേസും കൂടിയാണ്. അതെങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുക? അത് ഡയറക്ടറെ ഡിപ്പെൻഡ് ചെയ്യുമോ അതേ നമ്മുടെ മനസ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമോ? ആറാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായിട്ടും അതൊരു വാം ടോൺ പാലറ്റിൽ നമ്മൾ DOP വിജയ് ഉലകനാഥ് ആയിരുന്നു. അപ്പോൾ അതേ റെഫറൻസിൽ വാം ടോൺ വെച്ച് തന്നെ ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട് എന്ന് അറിഞ്ഞ് റെഡും ഓറഞ്ചും യെല്ലോയും ഗ്രീനും തുടങ്ങിയ പ്രൈമറി കളേഴ്സ് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള സിനിമയാണ്. അങ്ങനെ തന്നെ ആയിരുന്നു അതിൻ്റെ ഡയറക്ടറും ക്യാമറാമാനും അത് വിഷ്വലൈസ് ചെയ്തിട്ടുള്ളതും. കളർ വൈസ് ഇങ്ങനെയാണ് ഇതിൻ്റെ ടോൺ എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അതിന് മുമ്പായിട്ടുള്ള എല്ലാ സിനിമകളിൽ നിന്നും കംപ്ലീറ്റ്ലി ടോൺ മാറിയ ഒരു സിനിമയാണ്. മിസ്റ്റർ ഫ്രോഡ് ആയാലും ഗ്രാൻഡ് മാസ്റ്റർ ആയാലും എനിക്ക് തോന്നുന്നു അതിലൊക്കെ ഒരു ഇല്ല അന്നൊക്കെ ഞാൻ ഫാഷൻ ഡിസൈനിങ് എനിക്കറിയില്ല ഗ്രാൻഡ് മാസ്റ്റർ എപ്പോഴാണോ ഇയർ അറിയില്ല, ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നില്ല. സാറും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു പരിപാടി ട്രൈ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കളർ വൈസ് സാറിൻ്റെ സിനിമയിലൊന്നും അങ്ങനത്തെ കളറ് അതിന് മുമ്പ് അതിന് ശേഷം കണ്ടിട്ടില്ല എന്ന് പറയണ പോലെ. ഈ അനിൽ രാധാകൃഷ്ണ മേനോനെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത് പടത്തിന് വേണ്ടിയിട്ട്? അന്ന് എൻ്റെ പ്രായത്തിൽ 23 വയസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രായത്തിൽ എൻ്റെ ഒരു വിചാരം നമ്മൾ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ്, ഓക്കെ ഇങ്ങനെ 2 എക്സ്പ്രഷൻ ഇട്ടിട്ട് അതായത് നിങ്ങൾ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിങ്ങൾ സൂപ്പറാണെന്ന് എനിക്കങ്ങ് തോന്നിപ്പിക്കണം. ഇതാണ് അനിലേട്ടൻ്റെ. പക്ഷേ ഇതൊക്കെ കിട്ടുന്നുണ്ട്. അനിലേട്ടൻ്റെ അടുത്ത് ഞാൻ ചാൻസ് ചോദിച്ച് വിളിക്കുന്നു, വീട്ടിൽ വരാൻ പറയുന്നു. അവിടെ ഫുൾ ഫാമിലി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ചാൻസ് വയ്ക്കാൻ പോകുമ്പോൾ ഞാൻ ഏതോ വർഷങ്ങൾക്ക് ശേഷം ഒരു അതിഥി വരുന്ന പോലെയാണ് അവിടെ ചെല്ലുന്നു. വന്നവിടെ ഇഡ്ഡലി സാമ്പാറും കഴിക്കും, സന്തോഷം കഴിക്കുന്നു. എന്നിട്ട് പറയാണ് ഞാനിങ്ങനെ ഒരു അടുത്ത പരിപാടി പ്ലാൻ ചെയ്യുന്നത് 500 വർഷം മുമ്പ് മരത്തിൻ്റെ മുകളിൽ താമസിച്ച ആളുകളെ കുറിച്ചൊരു കഥയാണ്. ഞാനൊരു 4 എക്സ്പ്രഷൻ അപ്പം തന്നെ ഇട്ട്, കാരണം എനിക്കിത് എപ്പം തന്നെ വേണം, വാ സൂപ്പർ എന്നൊക്കെയുള്ള രീതിയിൽ. അന്ന് എൻ്റെ വിചാരം എനിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാനിതൊക്കെ എങ്ങനെയാലും ഈ സിനിമ വേണമെന്നുള്ള രീതിയിലാണ്. എൻ്റെ ഈ ഓവർ റിയാക്ഷൻ കണ്ടപ്പോൾ പുള്ളി വിചാരിച്ച് കൃത്യമായിട്ട് കിട്ടിയതാന്ന്. പുള്ളി ഒരു പേപ്പറും പേനും എടുത്ത് തന്നിട്ട് എന്നൊന്ന് വരച്ച് കാണിക്കുന്നു. എൻ്റെ കിളി പോയി. കാരണം ഒന്നാമത് ഞാൻ ഭയങ്കര നന്നായി വരയ്ക്കുന്ന ആളല്ല. രണ്ടാമത് ഒരാളിങ്ങനെ പെട്ടെന്ന് പറയുമ്പം ഞാൻ ഇങ്ങനെ കോൺഷ്യസ് ആയി എന്തൊക്കെയോ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച്. പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സാമ്പിൾ ചെയ്ത് വരൂ എന്ന് പറഞ്ഞു. എനിക്ക് അസിസ്റ്റൻ്റ് ഒന്നും ഇല്ല ഇന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെ ടീമൊക്കെ ഉണ്ട്. ഞാൻ കൊച്ചി വന്നിട്ട് വരച്ചത് എന്താന്ന് പോലും എനിക്ക് അന്നേരം ഓർമ്മ പോലും ഇല്ല. ഞാൻ കുറച്ച് തുണിയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ച് ടൈലറെ പോയി കണ്ട് പുള്ളീനെ എങ്ങനെയൊക്കെ ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് ട്രീ ഹൗസ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സംഭവം ഉണ്ടാകും. മരത്തിൻ്റെ മുകളിൽ കയറും ഇറങ്ങും. അപ്പോൾ ഇങ്ങനെ കവേർഡ് ആവുന്ന സാധനം, അതായത് പാൻറ് അല്ല, എന്നാൽ സ്ത്രീകൾ പുരുഷന്മാരൊക്കെ കയറുമ്പം അവർക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈലാണ്. സ്റ്റിച്ച് ചെയ്യുന്നതല്ല,
നമ്മൾ ഉടുക്കുന്നതാണ്. ഇത്തരം ഐഡിയകൾ വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. എന്നിട്ട് ഇത് കൊണ്ടുപോയി ഞാൻ തന്നെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് എൻ്റെ മുകളിൽ ഇട്ട് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു. അതായത് എനിക്ക് വേറെ ആളെ കൊണ്ട് കാണിക്കാനുള്ള ഒരു അവസ്ഥ അന്നില്ല. ഇട്ട ഡ്രസ്സിൻ്റെ മുകളിൽ ഞാൻ തന്നെയാണ് ആ 7000 രൂപയുടെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് കാണിച്ചു കൊടുത്തു. പുള്ളി അപ്പോൾ ഒരു 1100 രൂപ എൻ്റെ കൈ വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ തന്നെ എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ. ആ ഡെഡിക്കേഷൻ ആയിരിക്കും നിങ്ങളത് ഇട്ട് കാണിക്കുമ്പോൾ, അതെ, ഒരു കുട്ടിയെ പോലെ അത് കാണിക്കുമ്പോൾ കണ്ടപ്പോഴായിരിക്കും. വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ ആടുജീവിതം ആയിക്കോട്ടെ, ഈ ചില മെറ്റീരിയൽസും ഒന്നും നമുക്ക് ഇടാൻ ഒരു സുഖം ഉണ്ടാവില്ല. വലിയ ആർട്ടിസ്റ്റുകളായിരിക്കും വരുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കംഫർട്ട്നെസ് കൂടെ വേണം. നമ്മൾ പുറമേ കാണാനൊക്കെ ഭംഗിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഷൂട്ട് അതേപോലെ ആയിരിക്കണമെന്നില്ല. ചിലരൊക്കെ ഇത് സഹിക്കും, പക്ഷെ ചിലരൊക്കെ അത് സഹിക്കാതെ വരും. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ നമുക്കുണ്ടാവും. ഇവരുടെ ദേഹത്ത് ഇടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, ചിലപ്പോൾ ഇന്നർ ഇട്ടാൽ പോലും നമുക്കതൊരു സുഖം കിട്ടില്ല. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുക? അവരോട് സംസാരിക്കുമോ? ഇപ്പം ചില ആർട്ടിസ്റ്റുകൾക്ക് ചില മെറ്റീരിയൽ അലർജി ആവാറുണ്ട്. പോളിസ്റ്റർ കൂടിയ മെറ്റീരിയലൊക്കെ അവർക്ക് സ്കിന്നിന് ഭയങ്കരമായിട്ട് റബ്ബായിട്ട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും, നമ്മളത് മാറ്റിക്കൊടുക്കും. ചിലത് മാറ്റിക്കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 7000 കണ്ടിയിലെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ രാജ്ചേട്ടൻ്റെ ഈ കോസ്റ്റ്യൂം, ഇതിനൊന്നും നമുക്കൊരു വേറെ സൊല്യൂഷൻ ഇല്ല. ആടുജീവിതത്തിൽ തന്നെ നമ്മൾ ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുമ്പം നമ്മൾ തെർമൽസും ബൂട്ട്സും അതൊക്കെ ഇട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയി അവിടുത്തെ കാലാവസ്ഥേനെ പ്രതിരോധിക്കാൻ റെഡിയായിട്ട് ഞങ്ങൾ നിൽക്കുമ്പോഴാണ് മരുഭൂമിയിലല്ല ഒരു നാട്ടിലും ഒരു രീതിയിൽ സ്യൂട്ട് ആവാത്ത ഈ കോസ്റ്റ്യൂം പുള്ളിക്ക് കൊടുക്കുന്നത്. അതും പാകമല്ലാത്ത ഷൂ ആണ് പുള്ളി ഇടുന്നത്. വേറെ ഏതൊരു മനുഷ്യനാണെങ്കിലും ഇത്രയും വർഷം ഈ കഴുകാത്ത കോസ്റ്റ്യൂം, ഇതിലെ ചെളിയൊന്നും ആർട്ടിഫിഷ്യൽ ചെളിയല്ല, ഇത് ഒറിജിനൽ ചെളിയാണ്, ഒറിജിനൽ പൊടിയാണ്. ഒരു രീതിയിലും നമുക്ക് കുറച്ച് കളർ മിക്സ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റ് ഇടുന്നതല്ലേ. അപ്പം നമ്മൾ അവരെ ആ രീതി നടക്കൂല. ആടുജീവിതത്തിൽ അത് നടക്കില്ലായിരുന്നു. ആ മനുഷ്യന് അത് മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടായത് കൊണ്ടാണ്, അതിൻ്റെ ആ ഡെഡിക്കേഷനാണ്. അങ്ങനെ മനസ്സിലാക്കും ആൾക്കാർ, ആർട്ടിസ്റ്റുകൾ. അങ്ങനെ എല്ലാവരും എന്ന് ഞാൻ പറയില്ല, ചിലർ ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. അത് പരിഹരിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിൽ നമ്മൾ അങ്ങ് പരിഹരിച്ച് കൊടുക്കും. അല്ലാത്തത് ഞങ്ങൾ വാശി പിടിക്കും. അങ്ങനെയൊക്കെ ആ റിസ്ക് എടുത്തതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒന്നാണ് ഡിഫിക്കൽട്ടായിട്ടുള്ള മണൽക്കാറ്റും അപ്രതീക്ഷിതമായ കാലാവസ്ഥ മാറ്റങ്ങളും വരുന്നൊരു സ്ഥലമാണ് മരുഭൂമി. മരുഭൂമി തന്നെ വലിയൊരു അക്കാഡമിക് സ്റ്റഡിയുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആടുജീവിതം വായിക്കുന്ന സമയത്തും ഇനിയും കുറേ കൂടെ പഠിച്ച് വേണം മരുഭൂമിയെ മനസ്സിലാക്കാനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനും മരുഭൂമിയെക്കുറിച്ച് അല്ലാതെ വായിക്കുന്നത്, ആടുജീവിതം വായിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മരുഭൂമികൾ ഉണ്ടാകുന്നത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിയത് ഈ മരുഭൂമികൾ എന്താണെന്നൊക്കെ സംബന്ധിച്ചുള്ള നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു ലാൻഡിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ക്യൂരിയോസിറ്റിയാണ്. ഈ ലാൻഡ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, വേറെ സിനിമകൾക്ക് പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ സ്റ്റെഫി, അവിടെ പോകുമ്പോൾ എന്തായിരുന്നു മരുഭൂമിയെ നേരിടുക എന്ന് പറയുന്നത്, ക്രൂ നേരിടുക എന്ന് പറയുന്ന വേറൊരു വെല്ലുവിളിയാണ്. ആർട്ടിസ്റ്റ് നേരിടുക എന്ന അപ്പുറത്തേക്ക് ക്രൂ നേരിടുക എന്ന് പറയുന്ന വേറൊരു വെല്ലുവിളിയാണ്. അതെങ്ങനെയാണ് അത് ജീവിച്ചത്? ഇപ്പം ഞാൻ ത്രൂ ഔട്ട് ഡെസേർട്ടിൽ നിന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഉള്ള സമയത്ത് അല്ലെങ്കിൽ എൻ്റെ ടീം മെമ്പേഴ്സ് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ട് ഇപ്പം ഞാനുള്ള സമയത്തായാലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് അവിടെ ചെല്ലുമ്പോഴാണ് മണൽക്കാറ്റ് വരുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ ചോദിച്ച പോലെ എൻ്റെ ആദ്യത്തെ മരുഭൂമി അനുഭവമാണ്. അപ്പം ആദ്യം നമ്മൾ എന്താണ് മരുഭൂമി പോകുന്നു, ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെല്ലുന്നു. വൈകുന്നേരം തിരിച്ചു വന്ന് മുഖം കഴുകിയത് എനിക്ക് ഓർമ്മയുള്ളൂ. നീറിയിട്ട് മണൽക്കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ തുടച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ ഇതെന്താണ് എൻ്റെ ഫേസ് സ്ക്രാച്ച് വീണിട്ട് ഭയങ്കരമായിട്ടും ചെറിയ ഇതായിപ്പോയായിരുന്നു ഫേസ് നിറയെ. പിറ്റേ ദിവസം മുതൽ മേക്കപ്പുകാരുടെ വെറ്റ് ക്ലോത്ത് ഇല്ലേ, അതിങ്ങനെ കെട്ടി എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താ അറിയോ, ഈ മരുഭൂമിയിൽ ഇത്ര ദിവസം നിന്നിട്ട് ഒരു ഫോട്ടോയിൽ പോലും എൻ്റെ മുഖമില്ലല്ലോ. കാരണം ഞാൻ തുണി വെച്ച് മൂടി കണ്ണാടിയും വെച്ച് എൻ്റെ ഒന്നും തിരിയില്ല, ആ അവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ ഈ പറയുന്ന കാലാവസ്ഥ പ്രശ്നങ്ങൾ, ഒരു ദിവസം നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ മണൽക്കാറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റു സ്ഥലത്ത് അൾജീരിയ പോയപ്പോഴാണെങ്കിൽ ഞാൻ ആ ഷെഡ്യൂളില്ല, പക്ഷെ എനിക്ക് അറിയുന്നത് കൊണ്ട് പറയാണ്, രാവിലെ വെളുപ്പിന് മുതൽ ഒരു 11 മണി വരെ ഷൂട്ട് ചെയ്താൽ പിന്നെ ചിലപ്പോൾ നിർത്തി വെക്കണം, ചൂട്. എൻ്റെ അസിസ്റ്റൻ്റ് എനിക്ക് ഭയങ്കരമായ വിഷമം എന്ന് പറഞ്ഞാൽ അതായത് ഇമോഷണലി ഫീൽ ചെയ്തൊരു കാര്യം, ആ രീതിയിലുള്ള വിഷമാണ് ഞാൻ പറയുന്നത്. ചൂട് സഹിക്കാൻ പറ്റാണ്ട് നിർത്തിയിട്ട വണ്ടിയുടെ താഴെ പോയി കിടക്കുകയാണ് 10 മിനിറ്റ് എൻ്റെ അസിസ്റ്റൻ്റ് പയ്യൻ. അപ്പോൾ ഒരാൾ എൻ്റെ ഫോട്ടോ അയച്ചതാ. അവർക്ക് അത്രയും മരുഭൂമിയിൽ അതിജീവിക്കാൻ വേണ്ടിയിട്ടില്ലേ, അവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുമ്പോഴായാലും ഈ ടോയ്ലറ്റ് കൊണ്ടുവരാൻ പലതവണ പ്രൊഡക്ഷൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, താഴ്ന്നു പോയിട്ട്.
ബേസിക് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും ഇല്ലാതെയാണ് അത് കൊണ്ടുവരാൻ പറ്റുന്നില്ല അതിൻ്റെ ഉള്ളിലേക്ക്. അത്രയും പേരവിടെ ഷൂട്ട് ചെയ്തത്. അപ്പം ഞാനടക്കം നിന്നിട്ട് തിരിച്ചു, ഇപ്പം എനിക്കും ഒരു പരിധി കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ചും വന്നിട്ടുണ്ട്. അത്രയും പേര് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയോടുള്ള അത്ര ഇഷ്ടവും സ്നേഹവും ആത്മാർത്ഥതയും എല്ലാം കൊണ്ടാണ്. തീർച്ചയായിട്ടും നജീബിനെ നമുക്കൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമം എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. മറ്റൊന്നുള്ളത്, സ്വന്തം ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ കൂളായിട്ടാണ് പറയുന്നതെങ്കിലും എത്തേണ്ട സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. ഇപ്പോൾ മധുരമനോഹര മോഹം ചെയ്യുന്ന സമയത്ത് കോസ്റ്റ്യൂം ഡിസൈനർ സംവിധായകമാകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ ഇത് ചെയ്യാത്തൊരു കാര്യം സ്റ്റെഫി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പ്രൗഡാണ്. കാരണം സ്റ്റെഫി എത്തുന്നുണ്ടല്ലോ ഒരു കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് നിന്നിട്ടൊരു സംവിധായകമാകുമ്പോൾ. അത് അങ്ങനെ വന്നതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് സംവിധായകമായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും പ്രൗഡാവില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ വേറൊരു ജോലി സംവിധായകമാവാൻ വേണ്ടി വന്നു ഒരാൾ എന്നാണ്. പക്ഷേ ഒരു കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വന്നിട്ട് അങ്ങനെ ആവാൻ ആഗ്രഹിച്ച ഒരാൾ സംവിധായകമാവുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വളർച്ച കൊള്ളാലോ എന്ന് നമുക്ക് തോന്നില്ലേ, ഒരു പ്രൗഡ് തോന്നില്ലേ? എങ്ങനെയാണ് ആ ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നത്? ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണലായിട്ടുള്ള, ഞാനിപ്പോഴും എനിക്ക് പറയാൻ താല്പര്യമില്ലാത്ത ചില കാര്യങ്ങളുണ്ടാകുമേ. അത് ചിലപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കത്തില്ല. എൻ്റെ ചില ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും പറയാൻ തോന്നിയിട്ടില്ല. ഞാൻ അത് പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല. പലർക്കും വിചാരം ഞാൻ പെട്ടെന്ന് കോസ്റ്റ്യൂം ഡിസൈനർ ആവുന്നു, പെട്ടെന്ന് സിനിമ സംഭവിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. എൻ്റെ വീട്ടിൽ എനിക്കാകെ ഉണ്ടായിരുന്നത് ഒരു അമ്മയും, എന്നെ വിശ്വസിക്കുന്ന, എൻ്റെ ആഗ്രഹങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന എൻ്റെ അമ്മയും, ഫാദർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ ചേട്ടനും മാത്രമാണ്. അവരൊഴികെ എൻ്റെ ചുറ്റിലുള്ള ഒന്നും എനിക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നില്ല സിനിമ വരാൻ, അത് എല്ലാ രീതിയിലും. അപ്പോൾ അമ്മയുടെയും ബ്രദറിൻ്റെയും ഒരു എൻ്റെ കൊച്ചിന് അതാ ഇഷ്ടമെങ്കിൽ അതാവണം എന്നുള്ളൊരു ആ സപ്പോർട്ടിൻ്റെ മുകളിലാണ് ഞാൻ വളർന്നു വരുന്നത്. പിന്നെ ഷിഫ്റ്റ് എന്ന് പറയും, നമ്മൾ ഇവിടെ എത്തിയിട്ടും ഉറങ്ങാത്ത രാത്രികളും ഒരേ സമയം 4 പടമൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ലൈഫ് ഒന്നുമില്ലെന്ന് തോന്നും. എൻ്റെ ഫാദറുടെ ചേട്ടൻ്റെ മോൻ മരിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എൻ്റെ വീട്ടിൽ. എൻ്റെ ഫാദറുടെ അമ്മ മരിച്ചപ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് ഇത് എത്ര മനസ്സിലാവുമെന്ന് അറിയില്ല. കാരണം ഇവിടെ നാളെ ഷൂട്ട് തുടങ്ങാനിരിക്കുകയാണ് ഒരു സിനിമ. എനിക്ക് വയനാട് പോയി വരണമെങ്കിൽ ഇവിടുന്ന് 9 മണിക്കൂർ പോയി തിരിച്ച് വരാൻ ഇത്ര സമയം, നാളെ രാവിലത്തെ ഷൂട്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ ഇങ്ങനൊരു സംഭവം നടന്നു, നിങ്ങൾ നാളെ ഷൂട്ട് ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ല. ചില കോസ്റ്റ്യൂം തുടങ്ങുമ്പോഴേ നമ്മൾ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഒരുപാട് വ്യക്തി ജീവിതത്തിൽ പല രീതിയിൽ എനിക്ക് എൻ്റെ ഒരു എവിടെയെങ്കിലും പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് അതൊന്നും നടക്കൂല. പക്ഷേ അതിൻ്റെയൊക്കെ ഇരട്ടി ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു കാര്യം വളരെ ഹാപ്പി ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കിതൊന്നും പരാതിയായിട്ട് പരാതിയൊന്നും അല്ല ഇത്. അതായത് ഇതാരും എന്നെ നിർബന്ധിച്ചിട്ടുമില്ലല്ലോ. ഇത് ഞാൻ എൻജോയ് ചെയ്ത് എനിക്കിങ്ങനെ ബിസി ആയിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരേ സമയത്ത് അതും ഇതൊക്കെ ചെയ്യാനും ഇഷ്ടമാണ്. എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഡയറക്ഷൻ എന്നുള്ള ആ ഷിഫ്റ്റ്, അത് ഞാനിപ്പോഴും കോസ്റ്റ്യൂം ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇതും ഒരു 4-5 വർഷം കൊണ്ട് ഞാൻ കോസ്റ്റ്യൂം ഇപ്പോൾ 9 വർഷം ആവുന്നു. ഡയറക്ഷൻ ആഗ്രഹം തുടങ്ങിയത് 5 വർഷം മുമ്പാണ്. അന്ന് മുതൽ അതിൻ്റെ പുറകെ ഇവിടെ കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ അപ്പുറത്ത് പോയി കഥ പറഞ്ഞു, ഇവിടെ ഒരു മീറ്റിംഗ് കോസ്റ്റ്യൂമിലിരിക്കുമ്പോൾ അപ്പുറത്ത് ആർട്ടിസ്റ്റ് മീറ്റിങ്ങിന് പോയിരുന്നു. ഇങ്ങനെ പോയിയാണ് സിനിമ സംഭവിക്കുന്നത്. പക്ഷെ സംവിധായകയുടെ കുപ്പായത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു കോസ്റ്റ്യൂം ഡിസൈനറുടെ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു മൊമെൻ്റ് അല്ലേ ആ കുപ്പായം നമുക്ക് സ്വന്തമാകുമ്പോഴും. പിന്നെ അത് ശ്രദ്ധിക്കപ്പെടുന്നു, സിനിമ ശ്രദ്ധിക്കപ്പെടുന്നു, സിനിമ അത്യാവശ്യം സർക്കിളുകളിൽ സംസാരിക്കുന്നു, ഫീൽ ഗുഡ് അഭിപ്രായം കേൾക്കുന്നു. ആ സമയത്തൊക്കെ കുറച്ചുകൂടെ ഒരു ആഘോഷിക്കാൻ പറ്റുന്ന സമയമാണ്. ആ സമയത്തും പക്ഷേ തൊഴിലായിരിക്കും അല്ലേ, മറ്റൊരു രീതിയിൽ തൊഴിലായിരിക്കും. ആ സമയത്ത് സിനിമയുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ മധുരമനോഹരത്തിൻ്റെ പ്രൊമോഷൻ പരിപാടികളിലും അതിൻ്റെ വിജയത്തിൻ്റെ എല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഗരുഡൻ്റെ കോസ്റ്റ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് മധുരമനോഹർ ഇറങ്ങുമ്പോഴും ഗരുഡൻ്റെ സെറ്റിലേക്ക് ഓടണം, അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ഓട്ടം പരിപാടിയായിരുന്നു ഞാൻ ആ സമയത്ത്. പിന്നെ വളരെ സന്തോഷമായിരുന്നു ചെയ്ത ഒരു മധുരമനോഹര മോഹം. ആരും അങ്ങനെ പണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു
ഫസ്റ്റ് ഡേ ഓടി വന്ന് കാണുന്ന കാസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പടമൊന്നും അല്ലായിരുന്നു. മെല്ലെ മെല്ലെയാണ് ഒരു 2-3 ദിവസം കൊണ്ടാണ് സിനിമ പെട്ടെന്ന് ആളുകളിലോട്ട് എത്തിയത്, ശ്രദ്ധിക്കപ്പെട്ടു. അതിൽ നമ്മൾ പറഞ്ഞ ചില പൊളിറ്റിക്സ്, അത് ഈ ഹ്യൂമർ ഫീൽ ഗുഡ് എന്ന് പറയുമ്പോഴും ചില പരാമർശങ്ങളും പരിപാടികളും, പിന്നെ ഒരു പെൺകുട്ടീൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതുവരെ മലയാളത്തിൽ നമ്മൾ കാണിക്കാത്ത ഒരു സ്ത്രീ, ഞാൻ പറയുന്നത് മോട്ടിവേഷൻ സ്ത്രീ അല്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഒരു സ്ത്രീ എംപവർമെൻറ്റ് സിനിമയോടും ഞാൻ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യും തോന്നുന്നില്ല. എനിക്ക് പെൺകുട്ടികളുടെ ഫൺ, എൻ്റെ ചുറ്റുമുള്ള സ്ത്രീകളുടെ കുറേ ഫൺ സാധനങ്ങളില്ലേ, പ്രണയം, അതൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ പടം കാണാത്തതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽസ് ചോദിക്കാൻ ലിമിറ്റേഷൻ ഉണ്ട്. ഗോഡ് ലൈഫിലേക്ക് തിരിച്ചു വന്നാൽ ആടുജീവിതം എന്തായാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വർക്ക് തന്നെയാണ്. അത് ഒരു കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തേക്ക് നിന്ന് നോക്കുമ്പോൾ സിനിമയുടെ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. നമ്മൾ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുകയാണ്. 28-ന് റിലീസാണ്. നമ്മൾ അമിത പ്രതീക്ഷയിലാണ്. 2 പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത്. ഒന്ന്, ആടുജീവിതം നോവൽ വായിച്ചവരുടെ ഒരു കാര്യമുണ്ട്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നജീബ് പറഞ്ഞ വീഡിയോസ്, ആ വീഡിയോസ് ഫുൾ ലെങ്ത് വീഡിയോസാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടാണ്. മൂന്നാമത്, എക്സൈറ്റ്മെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള, ഇല്ലെങ്കിൽ ചില കഥകളൊക്കെ നമുക്കറിയാം, ഇനി നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം, ഒന്ന് കാണിക്കേ എന്നുള്ളതാണ് നമ്മുടെ ഒരു. ഇതിനെ എങ്ങനെ മറികടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്? ആടുജീവിതത്തിൽ ബ്ലെസ്സാർ ഇത്രയും വർഷം ഇരുന്ന് സമയമെടുത്ത് ചെയ്തത് ഇതെല്ലാം മറികടക്കാനുള്ള ഒരു മരുന്നുമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടല്ല, ഞാൻ ഒരു പ്രേക്ഷകയായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഓരോ വായനക്കാരൻ്റെ ഉള്ളിൽ ഓരോ ആടുജീവിതം ഉണ്ട്, സിനിമയായിട്ടോ കഥയായിട്ടോ വിഷ്വലായിട്ടോ എന്തായാലും. പക്ഷെ അതിനപ്പുറം നിങ്ങളുടെ കാഴ്ചയ്ക്കപ്പുറം ഉള്ളൊരു കാഴ്ച ഉള്ളത് കൊണ്ടാണ് ആടുജീവിതത്തിൽ നമ്മളടക്കം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓരോരുത്തരെയും എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പൃഥ്വിരാജിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷനെ കുറിച്ച് കൂടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. പർട്ടിക്കുലർ ഒരു സീൻ എടുക്കുമ്പം വെള്ളം പോലും കുടിച്ചില്ല, ഫുഡ് ഇല്ല എന്നുള്ളത് സത്യം, ഒരു ഫുൾ ഡേ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ചുളിവുകൾ തന്നെ വന്നു തുടങ്ങും. അല്ലാതെ ഫുഡും ഇല്ല വെള്ളവും ഇല്ല. അപ്പം അത്രയും തലകറങ്ങി വീണ് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇനി ഇതൊരു അത്ഭുതമാണ്. പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അത്ഭുതമാണ് ആടുജീവിതം. ആ ഒരു മാറ്റം എല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. നജീമിനെ കാണുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണത് ഫീൽ ചെയ്യുന്നതെന്ന് നമുക്കിപ്പോഴും പറയാൻ പറ്റുന്നില്ല. അത് പൃഥ്വിരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇനിയെല്ലാം സ്ക്രീനിൽ കാണാം. ഓക്കെ, താങ്ക് യു. മുന്നോട്ടുള്ള പോക്കിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമ്മുടെ പല സെലിബ്രിറ്റീസും വിദേശത്ത് പഠിക്കാൻ പോയത് ഗ്ലോബലിലൂടെയാണ്. ബി എ ഗ്ലോബൽ സിറ്റിസൺ.